ജാഗ്രതയോടുകൂടി കാത്തുവെക്കേണ്ട ചിലതെല്ലാം മങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നാളെ ഡോക്ടർ കെ.എസ്. ഭഗവാൻ തൃശ്ശൂര് സാഹിത്യ അക്കാദമി ഹാളിൽ എത്തുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. 4:30 മണിക്കാണ്. അപ്പോൾ എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. നമ്മളിന്ന് കേരളത്തിലും ഇന്ത്യയിലും നിരന്തരമായി സംസാരിക്കുകയും ചർച്ച ചെയ്യുന്നത് മത തീവ്രവാദത്തെക്കുറിച്ചും മതഭ്രാന്തിനെ കുറിച്ചുമാണ്. എന്നാൽ ഇത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ട് മുതലാളിത്തത്തിന്റെയും മൂലധനത്തിന്റെയും ശക്തികൾ അതീവ ഭീകരതയോടുകൂടി ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങളുടെ ജീവിതത്തെ മാന്തിപ്പറിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ചെയ്യുന്നത്. ആ മൂലധന അധീശത്വത്തിനെതിരെ ദരിദ്രരായിട്ടുള്ള മനുഷ്യന്റെ നേരെ അത് നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അക്രമത്തിനെതിരെ ഒറ്റ വാക്കും പോലും സംസാരിക്കാൻ പറ്റാത്ത തരത്തിൽ, ഒരു തരത്തിൽ പോലും സംഘടിതമായിട്ടുള്ള ശക്തി ഉയർന്നു വരാത്ത തരത്തിലേക്ക് നമ്മളെയെല്ലാം ഈ ചർച്ചകളിലേക്ക് തിരിച്ചുവിട്ടത് ആര് എന്ന് ആരാണ് ചോദിക്കുന്നത്? അല്ല, എല്ലാ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തയാണ്. പശുവിനെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ച ഒരാളെ തല്ലിക്കൊല്ലുന്നു, പശുയിറച്ചി വീട്ടിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അയാളെ തല്ലിക്കൊല്ലുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ പോരാടിയ നമ്മുടെ പ്രിയരായിട്ടുള്ള നേതാക്കളെ വെടിവെച്ചു കൊല്ലുന്നു. എന്താണ് ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം? ഇന്ത്യയെ അസഹിഷ്ണുതമായിട്ടുള്ള രാജ്യമായി മാറ്റുക മാത്രമാണോ? എത്രയും കാലമായിട്ട് മതങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയെ പാകിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യമാക്കി മാറ്റി തീർക്കാൻ ഇപ്പൊ സച്ചിദാനന്ദൻ വളരെ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. പാകിസ്ഥാനിലൊരു കവി, അദ്ദേഹം നമ്മളോട് പറയുന്നത് ഞങ്ങളിപ്പോൾ സന്തുഷ്ടരായി, കാരണം നിങ്ങളും ഞങ്ങളെ പോലെ ആയിരുന്നു. പാകിസ്ഥാനിൽ ജീവിക്കുന്നത്, പാകിസ്ഥാനെ കുറിച്ച് വാർത്തകളൊക്കെ നമ്മൾ വളരെ ഭയാനകമായിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പാകിസ്ഥാനിലായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പുറത്തൊക്കെ ഒരുപാട് ബോംബുകളൊക്കെ പൊട്ടിത്തെറിക്കുകയും പലരും ചത്തുപോവുകയും ചെയ്തതിനെ. അതേപോലെ ആ അന്തരീക്ഷം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും അതൊക്കെ അങ്ങനെ തന്നെ ആകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആകാൻ പറ്റുന്ന തരത്തിൽ ഇതിന്റെ പിന്നിൽ അതിശക്തമായിട്ടുള്ള രീതിയിൽ കോർപ്പറേറ്റ് ശക്തികൾ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടത് കൂടിയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. മോദി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദു വർഗീയവാദത്തിന്റെ പ്രതീകമോ ശക്തിയല്ല. അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാനമാണ്. തോട്ടിപ്പണി കൈകൊണ്ട് മനുഷ്യർ നടത്തുന്നതായിട്ടുള്ള സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത്. ആരും സംസാരിക്കാറില്ല അതിനെക്കുറിച്ച്. അതിന്റെ വികസനത്തെ കുറിച്ച് കേട്ട് നമ്മളെല്ലാവരും അതിലിങ്ങനെ മയങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് നമുക്ക് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ചോദിക്കും. നമുക്കൊക്കെ ഭയങ്കരമായ തകരാറുകൾ സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്താണോ നമുക്കെതിരെയുള്ള ശക്തികൾ, അതിൽ മതം ഉണ്ടാകാം, മുതലാളിത്തം ഉണ്ടാകാം, അതുപോലെ ഒരുപാട് സംഭവവികാസങ്ങളെല്ലാം ഉണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് രൂപപ്പെടുത്തിയെടുക്കുന്നതായിട്ട് രംഗവേദിക്ക് അനുസരിച്ച് നമ്മളുടെ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഇന്ന് ഏറ്റവും വലിയ ജാതി സമൂഹമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, യുക്തിവാദികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിരീശ്വരവാദികളുടെ എണ്ണം അതിനേക്കാൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കരുതും ഇവിടെ വിശ്വാസികൾ ആരുമില്ല. കേരളത്തിൽ ആരാണ് വിശ്വാസി? ഈ വിശ്വാസത്തിന് വേണ്ടി അവർ പണിതു വെച്ചിരിക്കുന്നതായിട്ടുള്ള അമ്പലങ്ങളും പള്ളികളും ഒക്കെ തന്നെ വിശ്വാസത്തിന്റെ തരിപ്പുമില്ലാത്തതായിട്ടുള്ള തെണ്ടികളുടെ കയ്യിലാണ്. അവരുടേതായിട്ടുള്ള വ്യാപാര ലോകം നിർമ്മിക്കുന്നതിനും അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനും വേണ്ടി മാത്രമാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എനിക്ക് ഒരിക്കൽ പോലും വിശ്വാസികളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സിസ്റ്റർ ജസ്മയോട് ഇരിക്കുന്നുണ്ട്, ശരിയാണ്. സിസ്റ്റർ ജസ്മയുടെ മനസ്സിനകത്ത് വിശ്വാസം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അമ്പലവും പള്ളിയും കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ആളുകൾക്ക് വിശ്വാസം കൂടിയോ വിശ്വാസം കുറഞ്ഞോ എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് വിശ്വാസം വളരെയധികം കുറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്ത് വിശ്വാസം കൂടിയോ കുറഞ്ഞോ എന്ന് വെച്ചാൽ വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ പള്ളിയിൽ പോകാനായിട്ടുള്ള ആളുകളുണ്ട്. യൂറോപ്പിൽ പള്ളിയിൽ പോകാൻ ആരാള്?
ആരാണ് കന്യാസ്ത്രീകൾ? ആരാണ് അച്ഛനാവാനായിട്ട് നടക്കുന്നത്? ആരുമില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ നിൽക്കുന്ന സാഹചര്യം അല്ല. ഇവിടെ മതസ്പർദ്ധ വളർത്തി മതങ്ങൾക്ക് നിലനിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം വളരെ അടിയന്തരമായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം തീവ്രമായിട്ടുള്ള രീതിയിൽ ഇവിടെ മതപ്രവർത്തനത്തിന് സാധ്യതകളുണ്ടാകുന്നത്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല. വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് ഇന്നത്തെ സമൂഹം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും കൂടുതൽ കശാപ്പ് നടത്താനായിട്ട് പറ്റുന്ന ഒരു ജീവി മനുഷ്യനാണ്. മനുഷ്യൻ യാതൊരുമായിട്ടുള്ള മടിയും ആ കാര്യത്തിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആ സംഘടനത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ സംഘടനം എന്ന് പറയുന്നത് ഭയമുണ്ടാക്കുന്നതല്ല എന്നുള്ളതാണ്. മനുഷ്യന്റെ പ്രത്യേകമായിട്ടുള്ള മാനസികമുള്ള ഒരു പ്രത്യേകതയാണ്. നമ്മൾ സംഘടനത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പോ സംഘടന കണ്ടു നിൽക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത ഭയം തോന്നും. പക്ഷെ നമ്മൾ അതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ നിന്ന് അത് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ആൾക്കൂട്ട മനഃശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആളുകൾക്ക് ഒരിക്കലും ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്നതിന് ഒരു പ്രശ്നം തോന്നാത്തത്. എത്രയും നിസ്സാരമായ കാര്യത്തിനാണ് ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത്. ഉറുമ്പിന്റെ കൈയും കാലും ഒക്കെ ബ്ലേഡിനെ നമ്മൾ മുറിച്ചു കളയുന്ന പോലെ, അതിന്റെ തല മുറിച്ചു കളയുന്ന പോലെ മനുഷ്യനെ മുറിച്ചു കളയുന്നതിന് ഒരു മടിയുമില്ലാത്ത ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണെന്നുള്ളതാണ്. മനുഷ്യനെ എങ്ങനെയാണ് സൈക്കിക്കായിട്ട് മനഃശാസ്ത്രപരമായിട്ട് വികസിച്ചെടുക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയത്തിന്റെ പ്രവൃത്തിയുടെ പിന്നിലെല്ലാം നടക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ പ്രവർത്തനം അതിശക്തമായിട്ട് നിർവഹിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സമൂഹം ഇത്തരത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെതിരെയുള്ളതായിട്ടുള്ള പഴയ കാലത്ത് നടന്നിരുന്നത് പോലെയുള്ള സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ ചിന്താപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് കുറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. വളരെ വളരെ കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ചിന്തിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നത് വളരെ വളരെ കുറഞ്ഞ ഒരു സമൂഹത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്കിഷ്ടം പറ്റമാകാനാണ്, ആളുകൾക്കിഷ്ടം അടിമകളാവാനാണ്, ആളുകൾക്കിഷ്ടം മറ്റുള്ളവരുടെ ശബ്ദമായിട്ട് പ്രവർത്തിക്കാനാണ്. അതിനാണ് എപ്പോഴും സാധ്യതകൾ. അതാണ് സ്വാഭാവികത. ആ സ്വാഭാവികതയ്ക്കെതിരായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചാൽ മാത്രമാണ് അത്തരത്തിലുള്ള സ്വാഭാവികതയെ തകർത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോക്രട്ടീസിനെ വിഷം കൊടുത്തു കൊല്ലുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഭൂമിയിലെ മനുഷ്യരെ ചോദ്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതും നിങ്ങൾ ഈ ഭൂമിയിലെ ദൈവങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതുമായിരുന്നു. ഭൂമിയിലെ ദൈവങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് എപ്പോഴും പ്രശ്നം. ഭൂമിയിലെ ദൈവങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ എപ്പോൾ തയ്യാറാവുന്നു ആ സമയത്ത് നിങ്ങളുടെ തലയ്ക്ക് നേരെ ഒരു വെടിയുണ്ട പാഞ്ഞു വരും. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. അത്ര ശക്തം തീവ്രമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സമൂഹമായിട്ട് കേരളത്തിൽ മാറാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഞാൻ വലിയ തരത്തിൽ സംശയാലുവായ മനുഷ്യനാണോ? കാരണം കേരളം എന്ന് പറയുന്നത് മധ്യവർഗ ജീവിതത്തിന്റെ ഒരു സമൂഹമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ മധ്യവർഗ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധിക്കാനും ക്ഷോഭിക്കാനും സാധ്യതയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ആരാണ് കലാപം നടത്തുന്നത്? ആരാണ് തല അരിയുന്നതും ആരാണ് തല കൊടുക്കുകയും ചെയ്യുന്നത്? ഏറ്റവും അധസ്ഥിതനായിട്ടുള്ള മനുഷ്യനല്ലേ? ഏറ്റവും അറിവില്ലാത്തവനല്ലേ? സാധാരണ വഴിയിൽ നടക്കുന്നതായിട്ടുള്ള ചുമട്ടുതൊഴിലാളിയല്ലേ? അല്ലാതെ ആരാണ് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത്? ഏത് കാലത്തും സമൂഹത്തിലുണ്ടാകുന്നതായിട്ടുള്ള മാറ്റത്തിന്റെ അതിശക്തമായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള മനുഷ്യരാണ്. ആ മനുഷ്യർ അങ്ങനെ ആകുന്നത് നിങ്ങളെല്ലാം പറയുന്ന പോലെ പറ്റമായി മാറുന്ന സമയത്താണ്. പക്ഷെ ആ പറ്റത്തെ ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്ന പ്രക്രിയയാണ് രാഷ്ട്രീയത്തിന്റെ സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. ആ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോയ സമൂഹമാണ് നമ്മുടെ സമൂഹം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഒതുങ്ങിപ്പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ഒതുങ്ങി ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോ ജാതിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുകയാണ്. ജാതി പറഞ്ഞാൽ അവന്റെ ജീവൻ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. മതത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല, രാഷ്ട്രീയം ഒന്നും സംസാരിക്കാൻ പറ്റില്ല. എന്ത് സംസാരിച്ചാലും പ്രശ്നമാകുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും നല്ല കാര്യമല്ല എന്ന് നമുക്കറിയാം. മറ്റവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികളും ചെയ്ത് ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഇനി ഒരു റീതിങ്കിങ് പ്രോസസ് എന്ന് പറയുന്നത് കേരള സമൂഹത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ തന്നെ ഇടം അവരെ നഷ്ടപ്പെടുത്തുന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ മുന്നില് ജാതിവാദത്തിന്റെ തെരഞ്ഞെടുപ്പായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വാർഡിലും നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആ വാർഡില് ആരാണ് ജയിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത്? ആ വാർഡിലെ
കൂടുതൽ എണ്ണം വരുന്നതായിട്ടുള്ള ജാതിക്കാരാണ്, അവരുടെ മതമാണ് തീരുമാനിക്കുന്നത്. തർക്കമില്ലാത്ത കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കും. മുമ്പ് അതൊക്കെ പറയും, ചിലപ്പോൾ ഒരു ബിഷപ്പ് പറയുമായിരിക്കും, എറണാകുളം ജില്ലയുടെ കളക്ടറാണെന്ന് ഞങ്ങൾ തീരുമാനിക്കാമെന്ന് അവർ പറഞ്ഞു. നമുക്ക് മാറിയിപ്പോൾ ഓരോ ജാതിക്കാരും പറയാണ് ഇവിടെ ആരാണ് ജയിക്കുന്നത് ഞങ്ങൾ തീരുമാനിക്കും എന്ന്. അങ്ങനെ ജാതി എല്ലാത്തിനും മുന്നിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയം പിന്നിലേക്ക് പോയി. രാഷ്ട്രീയം സംസാരിക്കാൻ പോലും പറ്റാതായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളും എന്ത് ചെയ്തിരിക്കുന്നോ, എല്ലാ വാർഡിലും ഓരോ സമുദായം മുന്നോട്ട് വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയെ പിറക്കി വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യത്തെ എങ്ങനെ നമുക്ക് നേരിടാനായിട്ട് കഴിയും? അതിനെ നമുക്ക് എങ്ങനെ അഭിസംബോധന ചെയ്യാനായിട്ട് കഴിയും? ദൈവമില്ല എന്ന് വാദിച്ചത് കൊണ്ടോ നിരീശ്വരവാദം കൊണ്ടോ ഈ യാഥാർത്ഥ്യത്തെ താർക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. ദൈവമില്ല എന്നോ നിരീശ്വരവാദമോ യുക്തിവാദമോ കൊണ്ട് നമുക്കിന് താർക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ആ ചിന്ത പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ യാഥാർത്ഥ്യത്തെയാണ് നമുക്ക് താർത്ത് കളയേണ്ടത്, ദൈവത്തെ അല്ല. ദൈവത്തെ വെറുതെ വിടാവുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. കാരണം ദൈവത്തെ ആർക്കും വേണ്ട, മറ്റവർക്ക് ഒട്ടും വേണ്ട. നമ്മൾക്കാണ് പിന്നെയും ദൈവത്തെ വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള മൂല്യങ്ങളെ കുറിച്ച് ആകെ ജാഗ്രതയുള്ള മനുഷ്യർ നമ്മളാണ് എന്നുള്ളതാണ് പ്രശ്നം. അവർക്കത് ഒരിക്കലും ആവശ്യമില്ലാത്തതായിട്ടുള്ള കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം പശു എന്ന് പറയുന്നത് ഗോമാതാവാണ് എന്ന് പറഞ്ഞ് അതിനെ സംരക്ഷിക്കാൻ നടക്കുന്ന മനുഷ്യർ മറ്റ് മനുഷ്യരെ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞാൽ എന്ത് മൃഗസ്നേഹമാണ് അതിൻ്റെ അകത്തുള്ളത്? എന്ത് ആരാധനാ ബോധമാണ് അതിൻ്റെ അകത്തുള്ളത്? അത് പൈശാചികമായിട്ടുള്ള പ്രവൃത്തി മാത്രമാണ്. മനുഷ്യവിരുദ്ധമാണ്, മൃഗവിരുദ്ധമാണ്, പ്രകൃതി വിരുദ്ധമാണ്, എല്ലാ തരത്തിലും മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു അംശവും അതിനകത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മളുടെ സമൂഹത്തിന്റെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള പാകപ്പെടലാണ് എന്നുള്ളതാണ് പ്രശ്നം. ആ പാകപ്പെടലിനെ എങ്ങനെ പിളർക്കാം എന്നത് ബൗദ്ധികമായി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. സിസ്റ്റർ ജസ്മിയെ വലിയ കാര്യമായിട്ടുള്ളൊന്നും ഈ മതം ഭയപ്പെടുന്നില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, അത്രമാത്രം പന്തലിച്ച് അത്രമാത്രം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന മതമാണ്. ചില അസ്വസ്ഥതകളൊക്കെ അവർക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും, അതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. നമ്മളുടെ എല്ലാവരുടെയും സ്ഥിതി തന്നെയാണ്. നമ്മൾ ആർക്കാണ് കഴിയും? നീയൊക്കെ കുരച്ചിട്ട് പോടാ എന്നാണ് അവർ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തൊരു പുല്ലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ അവർക്ക് ഒരു കാരണവശാലും ഭയമില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം നമ്മൾ ഭയപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള സംഘടിത ശക്തിയായി മാറിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ കേരളത്തിലെ മനുഷ്യന്റെ ബോധത്തെ കീറിപ്പിളർക്കാൻ പറ്റുന്ന തരത്തിലുള്ള യുക്തിയോ ചിന്തയോ ബുദ്ധിയോ പ്രയോഗിക്കാനായിട്ട് പ്രാപ്തരല്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് അവരെ ഭാഗത്ത് ഭയമില്ലാത്തത്. നമുക്ക് അവരെ താർക്കാനായിട്ട് കഴിയണം എങ്കിൽ നമുക്ക് അവരുടെ ബോധത്തെ കീറിപ്പിളർക്കാനായിട്ട് പറ്റുന്ന തരത്തിലേക്ക് മാറാനായിട്ട് കഴിയും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച 3 പ്രഗത്ഭരായിട്ടുള്ള മനുഷ്യർക്ക് അവർക്ക് വെടിയുണ്ടയേറ്റ് മരിക്കേണ്ടി വന്നു എങ്കിൽ അവരവരുടെ ബോധത്തെ കീറിപ്പിളർന്നു. അതാണ് കാരണം. ഞാൻ വെളിയിൽ നടക്കുന്ന സമയത്ത് എന്നെ ഒരുത്തിനും തിരിഞ്ഞു പോലും നോക്കില്ല. കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം. KS ഭഗവാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കർണാടകത്തിൽ. അതുകൊണ്ട് അയാളെ കൊല്ലം നടക്കുന്നത്. അയാൾക്ക് തീർച്ചയായിട്ടും അവരുടെ തലക്കകത്തേക്ക് നുഴഞ്ഞു കയറാനും തലക്കകത്ത് ഇഴഞ്ഞു നടക്കുന്ന ഉറുമ്പിനെ പോലെ പ്രവർത്തിക്കാനും കടിച്ചു കയറാനൊക്കെ പറ്റുന്നുണ്ട്. അവന്റെ ഉറക്കം കിട്ടാൻ പറ്റുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ എന്താണ് പറ്റുന്നത്? നമുക്കൊന്നും പറ്റുന്നില്ല. അതാണ് പ്രശ്നം. നമ്മളിവിടെ മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും തിരിഞ്ഞു നോക്കില്ല. ഒരു ചാനലുകാരനും അതിന് റിപ്പോർട്ട് ചെയ്യില്ല. പത്രക്കാരൻ ഒന്നും എഴുതില്ല. ഒന്നും എഴുതും. അവരിങ്ങനെ അവരുടെയൊക്കെ മീറ്റിംഗ് കൂടി നടക്കുന്നു. നമുക്കൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഈ സമൂഹത്തിൽ ഇടപെടാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മൾ പുറംപോക്ക് ജീവികളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കേരളത്തിന്റെ ഒരു വലിയ ഗതികേടാണ്. നമ്മളുടെ ഈ എഴുത്തുകാർ, ഇപ്പോൾ സച്ചിദാനന്ദ അടക്കമുള്ള എഴുത്തുകാരൊക്കെ ഒന്ന് സതകുളഞ്ഞ് എഴുന്നേറ്റൊരു സമയത്താണ്. അവരിപ്പോഴല്ല എഴുന്നേൽക്കേണ്ടത്, വളരെ നേരത്തെ എഴുന്നേൽക്കേണ്ടതായിരുന്നു. ആ സമയത്തൊക്കെ അവർ എഴുന്നേൽക്കാതെ അതിൻ്റെയൊക്കെ കൂടെ അതിനെ താങ്ങിങ്ങനെ നടക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ അവസാനം ഗതി മുട്ടിക്കഴിഞ്ഞ പളമുട്ടിയ സമയത്ത് അവരതിനോട് പ്രതിഷേധിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. വളരെ വൈകിപ്പോയി എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. നേരത്തെ ഈ കാര്യത്തിലേക്ക് ഇടപെടാൻ അവരെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ കേരളീയ സമൂഹം ഇതേപോലെ ഭയം നിർമ്മിക്കുന്ന സമൂഹമായിട്ട് മാറിത്തിരില്ലായിരുന്നു.
സമൂഹത്തിന്റെ ഗതി, അതിന്റെ ചലനം മനുഷ്യന് വിരുദ്ധമായിട്ട് രീതിയിലേക്ക് ആന്തോളനം ചെയ്യാൻ തുടങ്ങുന്നത് എപ്പോഴാണോ ആ സമയത്താണ് എഴുത്തുകാർ ജാഗ്രതയോടുകൂടി അതിനെ തടുക്കേണ്ടത്. ആ സമയത്ത് കേരളത്തിലെ എഴുത്തുകാർ തടുത്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. അങ്ങനെ തടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തടുക്കേണ്ടതില്ല എന്നവർ കരുതുകയും അവർക്ക് ആ സമയത്തെല്ലാം ലഭ്യമായിരുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവർ ജീവിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ അങ്ങനെ ഒരു സജീവമായിട്ടുള്ള സംഭവം തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവർ കയറി ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന്റെ ഫലമായിട്ട് ഇവർ പ്രതിരോധത്തിന്റെ പേരിലുള്ള കുതറലുകൾ നടത്തുന്നതെന്ന് മാത്രമേ. സത്യത്തിൽ ഭൗതികമായിട്ട് നമ്മളുടെ സർഗാത്മകമായിട്ടുള്ള സമൂഹം യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും അതേപോലെ ഈശ്വരവിശ്വാസികൾ ആയവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഭൗതികമായിട്ട് നമ്മുടെ സമൂഹത്തിന് നന്മ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ഒരു കൂട്ടം വളരെ ജാഗ്രതയോടുകൂടി സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ആ പ്രവർത്തനത്തിന് നമുക്കിപ്പോൾ കഴിയാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത് വലിയ തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിന് നഷ്ടം സംഭവിക്കുമെന്ന് പറയുന്ന ഒരു ബോധ്യം നമ്മളെല്ലാവർക്കും ഉണ്ടായതിന്റെ പേരിലാണ്. നമ്മുടെ ജീവിതം അപകടത്തിലാകാൻ പോകുന്നു എന്ന് പറയുന്ന ഭയപ്പാടുണ്ടായതിന്റെ പേരിൽ, നമ്മൾ പ്രളയത്തിൽ മുങ്ങിപ്പോകാനായിട്ട് പോകുന്നു എന്ന് തോന്നലുണ്ടായത് കൊണ്ടാണ് അവിടെ ഇവിടെയും ഒക്കെ ആയിട്ട് ചെറിയ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ചലനങ്ങളൊക്കെ ശരിയായ രീതിയിൽ രൂപപ്പെട്ടു വന്നില്ല എങ്കിൽ അതുകൊണ്ടും നമ്മുടെ സമൂഹത്തിന് ഗുണമുണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല എന്നാണ്. നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. സമൂഹത്തിന്റെ ഗുണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എന്തുകൊണ്ട് യുക്തിവാദിയാവുന്നു? ഈ സമൂഹത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അന്ധവിശ്വാസത്തിനെതിരായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നതിന്റെ പേരിലാണ് ഒരാൾ യുക്തിവാദിയാവുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ചിന്തിക്കേണ്ടതെന്നതിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുന്നതിന്റെ പേരിലാണ് അയാൾ യുക്തിവാദിയായിത്തീരുന്നത്. ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന് തന്നെ വലിയ തരത്തിലുള്ളതായിട്ടുള്ള ഒരു മടയം മാറുന്നതെന്ന് തോന്നുമ്പോഴാണ് അതിനെ നമ്മൾ എതിർക്കാനായിട്ട് തുടങ്ങുന്നത്. അതാണ് പ്രശ്നം. ആത്യന്തികമായിട്ട് നാം അന്വേഷിക്കുന്ന മനുഷ്യനെയാണ്, മനുഷ്യന്റെ ശരിയായിട്ടുള്ള ജീവിതത്തെയാണ്. ഏറ്റവും സന്തുഷ്ടമായിട്ടുള്ള ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് കത്തിയും വാളും എടുത്ത് അന്യനെ വെട്ടിക്കൊന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തെ നിർമ്മിക്കാനല്ല. അപ്പൊ നമുക്ക് മനുഷ്യന്റെ സന്തോഷത്തെക്കുറിച്ചും ആഹ്ലാദത്തെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റണമെങ്കിൽ നമുക്കതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു ഭൗതിക രാഷ്ട്രീയ സാഹചര്യം ആവശ്യമാണ്. ആ ഭൗതിക രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കോർപ്പറേറ്റ് ശക്തികൾ അമ്പാടെ നമ്മളിൽ നിന്ന് വലിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നാരും കോർപ്പറേറ്റിസത്തിന്റെ അപകടത്തെ കുറിച്ച് ഇന്ത്യയിൽ സംസാരിക്കുന്നില്ല. ഇടതുപക്ഷം പോലും അവർ പോലും സംസാരിക്കുന്നില്ല. ആരും സംസാരിക്കുന്നില്ല. നിരന്തരമായിട്ട് നാം കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഭീകരമായ രീതി വലിയ തോതിലുള്ള പട്ടിണി, കഷ്ടപ്പാട്, ദുരിതമൊക്കെ മനുഷ്യരിലേക്ക് അരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഉണ്ടായിരുന്ന വീടുകളൊക്കെ ആളുകൾക്ക് നഷ്ടപ്പെട്ട് അവരെല്ലാം വഴിയോരത്തും വാടകക്കാരുമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പുരോഗതി വളരെ വളരെ കൂടി വീടില്ലാത്ത മനുഷ്യരുടെ എണ്ണം പെരുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അങ്ങോട്ടൊരു സമ്മേളനം പോലും വരുന്നില്ല എന്നാണ്. ഒരു കാലത്ത് തൊഴിലില്ലായ്മയ്ക്ക് എതിരായിട്ടുള്ള എന്തൊരു വലിയ യുദ്ധങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത്, എന്തുമാത്രം വലിയ സമരങ്ങളാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ എന്ത് ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ 10 ഇരട്ടിയിലധികം വിദ്യാഭ്യാസ കച്ചവടം വളർന്ന കാലഘട്ടത്തിൽ ആ കച്ചവടത്തിനെതിരെ ഒരു ജാഥ പോലും നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാകുന്നില്ല എന്ന കാര്യം എന്താ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്? ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോളിടെക്നിക് സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മാത്രം സമരങ്ങളാണ് നടന്നത്. എത്ര കുട്ടികളുടെ കൈകാലുകളും തലയോട്ടികളും തല്ലിപ്പൊളിച്ച പോലീസ്. ആ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ എത്ര ഭീകരമായിട്ടുള്ള കച്ചവടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഭീകരമായിട്ടുള്ള അഴിമതിയാണ് നടക്കുന്നത്. ആരെതിർക്കുന്നു? അപ്പം നമ്മൾ നിരന്തരമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ബന്ധപ്പെട്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പുരോഗതിവാദി എഴുത്തുകാരനും വാക്യമായ ഡോക്ടർ പള്ളിക്കോട് സാറിനെ ക്ഷണിച്ചു. മതത്തിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ അതിവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് മതം നിലനിൽക്കണമെങ്കിൽ പൗരോഹിത്യം കൂടിയേ കഴിയും. പൗരോഹിത്യത്തിന്റെ ആധിപത്യത്തിലാണ് പ്രധാനമായിട്ട് മതം നിൽക്കുന്നത്. പുരോഹിതന്മാരില്ലാത്ത ഒരു മതവും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. പുരോഹിതന്മാർക്കാവട്ടെ ഏറ്റവും പ്രകടമായിട്ടുള്ള 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവർക്കുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞാൽ സമ്പന്നവർക്ക് പക്ഷപാതിത്വം. അതിവിടെ പറഞ്ഞു കഴിഞ്ഞു. സമ്പന്നവർഗത്തോടുള്ള പക്ഷപാതിത്വം എന്നും എപ്പോഴും എവിടെ എല്ലാ പുരോഹിത വർഗത്തിനും ഉണ്ടായിട്ടുണ്ട്. ബിഷപ്പിന് 2 കാറുണ്ടാവുക എന്ന് പറയുന്നത് സമ്പന്നവർഗ താല്പര്യമാണ്. സമ്പന്നവർഗത്തോട് പ്രത്യേകമായ ആഭിമുഖ്യം താല്പര്യം കാണിക്കുക. ഹൈന്ദവ ദേവാലയങ്ങൾ
മാത്രം മതിയാകുന്നു. അതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് ധാരാളം സമ്പത്ത് അവിടെ ഉണ്ടാവുന്നത്. ഗുരുവായൂരമ്പലത്തിൽ സമ്പത്ത് അവിടെ ഉണ്ടാവുന്നത്. വൻകിട അമ്പലങ്ങളിലൊക്കെ ശബരിമലയിൽ സമ്പത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പണം എന്ത് ചെയ്യുന്നു, എന്തിനു ചെയ്യണോ, എന്ത് ആവശ്യത്തിനാണ്, ആരാ കൊടുത്ത് കൃത്യമായിട്ട് അറിവില്ല. അതിനകത്ത് ടാക്സ് കൊടുത്ത പണമാണോ ഇത്, കള്ളപ്പണക്കാരുടെ പണമാണോ ഇത്, ഈ ചോദ്യത്തിൽ അന്വേഷിക്കാനേ മാർഗമില്ല. അമർനാഥമായി 100 കോടി രൂപ സുനാമി അടിച്ചപ്പോൾ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി 100 കോടി അവർ ദാനം ചെയ്തു. ഒരു വലിയ മഹത്തായ കർമ്മം. ഈ 100 കോടി ദാനം ചെയ്തപ്പോൾ സുകുമാരനോട് ചോദ്യം ചോദിച്ചു, ടാക്സ് കൊടുത്ത പണമാണോ ഇതെന്നൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന 100 കോടി ടാക്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദ്യം ആലോചിച്ചത്. ആ ചോദ്യത്തിന് മറുപടി കൃത്യമായിട്ട് കൊടുക്കണം. ഞാൻ ടാക്സ് കൊടുത്തതാണ്, കൃത്യമായി ക്ഷയിച്ചവരുണ്ട് എന്ന് പറഞ്ഞതിന് പകരം എന്താ അവിടെ നടന്നത്? RSSന്റെ കുറെ കുണ്ടൽ കണക്കുള്ളവർ അദ്ദേഹത്തിന് നേരെ വടിവാളുമായി ചുമട്ട് നേരെ ആക്രോശിച്ചുകൊണ്ട് ചെന്നു എന്നതാണ് ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നത്. സമ്പത്തിന് അതിദേവതമാരാണ് ഇവരെല്ലാവരും. അതുകൊണ്ടാണ് ഒരു അമ്പലം പണിയുന്നതിന് ഒരു ക്ഷേത്രം ഉണ്ടാകുന്നതിന് ഒരു പ്രതിമയ്ക്ക് മുമ്പ് ഒരു വലിയൊരു കാണിക്കപ്പെട്ടി വയ്ക്കുന്നത്. പ്രതിമകൾ വലുതായിരിക്കും, കാണിക്കപ്പെട്ടിയുടെ വലുതായിട്ട് കയറിയിരിക്കും. വാഹനത്തിലൂടെ പോകുന്ന ആളുകൾ പോലും വലിച്ചു വരുന്ന തുകൾ കൃത്യമായിട്ട് അതിനകത്ത് വന്ന് വീഴണം. ഭഗവാന്റെ തൊട്ടടുത്ത് കാണാൻ 100 രൂപ, പുറകിൽ കാണാൻ 50 രൂപ, ബാൽക്കണി കാണാൻ 25 രൂപ. ഇങ്ങനെയാണ് ഭഗവാനെ ദർശിക്കാനുള്ള പണം മേടിക്കുന്നത്. പളനിയിലെ പണം മേടിക്കുന്നത് അങ്ങനെയാണെന്നാണ് അത്. ഏറ്റവും മുൻപിൽ നിന്ന് ഭഗവാനെ ദർശിക്കാൻ, ലോകപ്രദമായ ഭഗവാനെ ദർശിക്കാൻ വേണ്ടി ഇപ്പോൾ അഞ്ഞൂറായിരിക്കണം. കുറച്ച് പുറകോട്ട് മാറിയാണ് ഭക്തജനങ്ങൾക്കിടയിൽ നിന്നാണ് ദർശിക്കുന്നത് 250. ഏറ്റവും കൂടുതലേക്കാണ് മാറേണ്ടതെങ്കിൽ 100 അല്ലെങ്കിൽ 50 ചുരുങ്ങുന്നു. അവിടെ എല്ലാം വിലയോരപ്പെട്ടതിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം പൂജയ്ക്ക് ഇത്ര പണം മുതൽ അവസാനം നെയ്വിളക്കിന്, എണ്ണവിളക്കിന്, അടക്കമുള്ള എല്ലാത്തിനും കൃത്യമായിട്ടുള്ള പണത്തിന് ചീട്ട് എഴുതി കൊടുക്കുന്നു. ഒരു സമ്പൂർണമായ കച്ചവടത്തിന് മുഴുവൻ സാധ്യതകൾ പൂർണ്ണമായിട്ട് അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പള്ളികളും മോസ്കുകളുമായ അപവാദങ്ങളല്ല. അതുകൊണ്ടാണ് സമ്പന്നവർഗത്തോട് അതിശക്തമായിട്ടുള്ള പക്ഷപാതിത്വം പൗരോഹിത്യത്തിൽ ഉണ്ടെന്ന് പറയുന്നത്. സമ്പന്നവർഗ പക്ഷപാതിത്വം മാത്രമല്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ട് ലഹരിക്കുകയാണ് ചെയ്യുന്നത്. ശിക്ഷയെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ടും പൂച്ചുവന്നിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന അനവധി സന്ദർഭങ്ങൾ ഇവർ ചുരുക്കിയ സമയം കൂടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം തീരുമാനിക്കുന്ന, അച്ഛനെ തീരുമാനിക്കുന്ന അവരാണ്. നമ്മൾ ആരോടാണ് സംസാരിക്കണം, നമ്മൾ ഏത് വസ്ത്രം കൊടുക്കണം, നമ്മൾ എങ്ങനെ ആചരിക്കണം, നമ്മുടെ അനുഷ്ഠാനം എന്തായിരിക്കണം, ഭാഷ എന്തായിരിക്കണം, ആ തീരുമാനങ്ങളൊക്കെ അച്ചടിച്ചു വരും. ഇന്ന് ഗോമാംസം കഴിക്കരുതെന്ന് പറയുന്നത് പിന്നീട് ഇതിനേക്കാൾ വിപുലമായ വലിയ തോതിലുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടും. ഇന്ന് ചേർന്ന് പോകുന്നെങ്കിൽ നാളെ വലുതൊരു ആനക്കൾ വലുതൊരു വീണ്ടും വലുതൊരു അവസാനം മുഴുവനും അവർ ആക്രമിക്കും. ഒടുവിൽ അവരുടെ അജണ്ട പൂർണ്ണമായിട്ട് നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? മനുഷ്യന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ പദം ഉപയോഗിക്കാൻ പോലുള്ള അവകാശമില്ലാതെ തീരുന്നു. വസ്ത്രം ധരിക്കുമ്പോഴേ നമുക്കറിയാൻ കഴിയും ഒരാൾ മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണോ എന്നൊക്കെ അറിയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇന്ന് വസ്ത്രത്തിന് പകരമായിട്ട് കൈത്തണ്ടയിലെ ഒരു ചരട് കെട്ടുകയാണ്. നെറ്റിയിൽ നിന്ന് കോഴിക്കുറി വെച്ചു കൈത്തണ്ടയിൽ ചരട് കെട്ടി കഴിഞ്ഞാൽ സംശയമില്ല, അത് ആരായിരിക്കും? ഹിന്ദു ആയിരിക്കും. വേഷം കൊണ്ട് ആളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു വ്യക്തിയാണ്, ഹിന്ദു ആയിരിക്കും. പണ്ട് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനോട് ഒരാൾ ചോദിച്ചല്ലോ, ആരാണ് ജാതിയിൽ ആരാണ്? ശ്രീനാരായണ ഗുരു ചോദിച്ചു, തിരിച്ചു ചോദിച്ചു, കണ്ടിട്ട് എന്ത് തോന്നുന്നു? അയാൾ പറഞ്ഞു, കണ്ടിട്ടൊന്നും തോന്നണില്ല. അപ്പൊ ശ്രീനാരായണ ഗുരു മറുപടി പറഞ്ഞു, കണ്ടിട്ട് തോന്നലില്ല, പിന്നെ കേട്ടാൽ എങ്ങനെയാ മനസ്സിലാവുക? കണ്ടിട്ട് തോന്നലില്ല, പിന്നെ കേട്ടാൽ എങ്ങനെയാണ് മനസ്സിലാവുക? നേരിട്ട് എടുത്ത് ബോധ്യപ്പെടുന്നില്ല. ഈ ചോദ്യം ഇനി ചോദിക്കേണ്ട ആവശ്യമില്ല. നെറ്റിയിൽ ചന്ദ്രക്കുറിയുണ്ട്, കയ്യിൽ ഒരു ചെറിയ എലസ് പോലെ അതിനെ കെട്ടിക്കൊണ്ട് നടക്കുന്നു. പിന്നെ പ്രത്യേകം ഒരു സ്റ്റൈലുണ്ട്, വേണമെങ്കിൽ ഒരു മഞ്ഞ മുണ്ടോ കാവി മുണ്ടോ കൂടി ധരിച്ചു കഴിഞ്ഞാൽ സന്തോഷാലായി.
ഇങ്ങനെ നിർബന്ധപൂർവ്വം പുരുഷന്മാര് ഹിന്ദു പുരുഷന്മാര് ധരിക്കണമെന്ന് തീരുമാനമെടുത്ത് എന്താ ചെയ്യുക? അങ്ങനെ എടുക്കാൻ പാടില്ലെന്നുണ്ടോ? അതുപോലെ വസ്ത്രം ഇപ്പൊ സ്ത്രീകൾ, ക്രൈസ്തവ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകളെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. തലയിൽ തട്ടമിടാതെ മുസ്ലിം സ്ത്രീക്ക് പുറത്തേക്ക് ഇറങ്ങാനാവില്ല. തലമുടി കയറ്റി ഇബിലീസ് വന്നിരിക്കും. ഒത്ത് ഇബിലീസ് എന്ന് പറഞ്ഞ ചെകുത്താൻ്റെ ഒരു വകഭേദമാണ്. മൈൽഡ് ചെകുത്താൻ. ഇബിലീസ് മുടിക്കകത്താണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് മുടി മൊത്തം മൂടണം. അങ്ങനെ മുടി മൂടാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുണ്ടോ? ഞാൻ പഠിപ്പിച്ച എൻ്റെ കോളേജിലെ മിക്കവാറും മുസ്ലിം പെൺകുട്ടികൾ മുഴുവൻ തല മൂടും. ഞാൻ ആ കുട്ടികളോട് സ്നേഹബുദ്ധി അവരുടെ മക്കളെ നിങ്ങൾ തല മൂടിയിരുന്നെങ്കിൽ അത് തല ചൂടാകും. നല്ല വേനൽക്കാലമാണ്. ഈ ശക്തമായിട്ടുള്ള വേനൽക്കാലത്ത് നിങ്ങൾ തല മൂടിക്കഴിഞ്ഞാൽ തല വേർക്കും. ബുദ്ധി പ്രയോഗിക്കേണ്ടതാണ്. ഒരു വലിയ കമ്പ്യൂട്ടറാണെന്നല്ല, അത് ചൂട് പിടിപ്പിക്കരുത്. കമ്പ്യൂട്ടർ AC മുറികളിലാണ് പ്രധാനമായിട്ടും വയ്ക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ തലയെപ്പോഴും തണുപ്പിക്കാൻ വേണ്ടിയെങ്കിലും എൻ്റെ ക്ലാസ്സിൽ വരുമ്പോഴെങ്കിലും നിങ്ങൾ തലയിൽ നിന്ന് ആ മുണ്ടെടുത്ത് മാറ്റണം. എൻ്റെ ക്ലാസ്സിൽ വരുമ്പോഴെങ്കിലും തലയിൽ നിന്ന് ആ മുണ്ടെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് സാറ് അത് മാറ്റാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് 1-2 കുട്ടികളുണ്ട്. ബാക്കി ചില കുട്ടികളൊക്കെ മാറ്റി. അവർ മാറ്റി. ഞാൻ ചെല്ലുമ്പോൾ മുണ്ട് തലയിലൊക്കെ മാറ്റും. 1-2 കുട്ടികൾ അപ്പോഴും മാറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? അത് കഠിനമായിട്ടുള്ള ശാസനയാണ്. ഞാൻ ആലപ്പുഴയിൽ ഒരു സ്കൂളിൽ അതുപോലെ ഒരു മധുര മലയാളത്തിൻ്റെ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചു. സംസാരിക്കാൻ, ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിച്ചതാണ്. ഞാൻ അവിടെ ചെന്നു. അതൊരു മുസ്ലിം സമുദായത്തിൻ്റെ സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളാണത്. മുഹമ്മദീൻ സ്കൂൾ എന്ന് പറയും, ഗേൾസ് സ്കൂള്. 99% കുട്ടികളും തലയെ തട്ടമിട്ട കുട്ടികളാണ്. 1% കുട്ടികൾ മാത്രമേ തലയെ തട്ടയിടാത്ത കുട്ടികളുള്ളൂ. 2.5 മണിക്കൂർ ഞാൻ ആ കുട്ടികളുമായിട്ട് സംവദിച്ചു. ഞാൻ ക്ലാസ് എടുത്തോ പ്രസംഗിച്ചോ എന്നല്ല, സംവദിക്കാൻ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അത് ഇഷ്ടപ്പെട്ടു. അവർ സന്തോഷത്തോടെ പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞ അവരുടെ പുരോഗമന ആശയങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഇസ്ലാമിലെ ചില ചിന്തകളും തത്വങ്ങളൊക്കെ ഞാൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. എങ്കിലല്ലേ പുരോഗമന ആശയങ്ങളെ കേൾക്കും. കുറച്ച് അവരുടെ കാര്യം കൂടി പറയണമല്ലോ. അങ്ങനെ പറഞ്ഞെല്ലാം കേൾപ്പിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൻ്റെ മുൻപിൽ ഒരാൾ താടിയിൽ വരമ്പ് പിടിപ്പിച്ചിരിക്കുന്ന ഒരു മാന്യമഹാൻ അതിലൂടെ 2-3 വട്ടം ഉലാത്തത് കണ്ടു. ഞാനയാളെ കാര്യമായിട്ട് ഗവനിച്ചില്ല. പതിവില്ലാതെ ഒരാൾ ഉലാത്ത കണ്ടപ്പോൾ സംശയം തോന്നിയെങ്കിലും കാര്യമായിട്ട് ഗവനിച്ചില്ല. 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹെഡ് മാഷ് വാതിക്കൽ വന്നിട്ട് പറഞ്ഞു, സാറേ നമുക്ക് നിർത്തരുതോ? നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ കരുതലോടെ ജീവിക്കണം. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ തീരുമാനിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു പെൺകുട്ടി, തലയെ തട്ടപ്പെട്ട പെൺകുട്ടി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് കാര്യം? എന്താണ് സാറ്? ഈ ലോക ജീവിതമല്ല ഞങ്ങൾ കാംക്ഷിക്കുന്നത്. ഈ ലോക ജീവിതമല്ല ഞങ്ങൾ കാംക്ഷിക്കുന്നത്. ഞാൻ ചോദിച്ചു, പിന്നെ ഏതാണ്? വേറൊരു ലോകമുണ്ട്. ആ ലോകത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. ഈ 2.5 മണിക്കൂർ ഞാൻ സംസാരിച്ച് വെറുതെ ആയല്ലോ എന്നുള്ള ചിന്ത അപ്പം എൻ്റെ മനസ്സിൽ ഒരു വെള്ളിടി പോലെ പാഞ്ഞുപോയി. ഞാൻ കുടന്ന് മറിച്ച് വെള്ളം ഒഴിക്കുകയായിരുന്നല്ലോ. ഈ കുട്ടികളോട് എന്ത് പറയുന്ന കാര്യമില്ല. എന്തുകൊണ്ട്? മുലപ്പാലിനോടൊപ്പം ഈ വിഷം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് കുട്ടികൾ. മുലപ്പാലിനോടൊപ്പം ഈ വിഷമാണ്. മതത്തിൻ്റെതായ വിഷാംശങ്ങൾ ഫീഡ് ചെയ്ത് ശരീരം മനസ്സും ആ സകലം മൊത്തം ആരോഗ്യത്തിലിരിക്കുന്ന കുട്ടികളോട് 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ എന്ത് പറഞ്ഞ് കേൾപ്പിക്കാനാണ്? അവസാനം ഞാൻ ക്ലാസ് വിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ക്ലാസ് സ്റ്റാഫ് റൂമിലേക്ക് പോകുന്ന സമയത്ത് ഒരധ്യാപകൻ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമാഷ് ഇവിടെ ഒരാൾ ബഹളമായിരുന്നു. ഒരാൾ വലിയ ബഹളമായിരുന്നു. എന്താ ബഹളം? അയാളെന്തിനെ വിളിച്ചു വരുത്തി? അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്. നിങ്ങൾ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതാണ്. അയാൾ കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ വേണ്ടി അയാളിവിടെ കൊണ്ടുവന്നത്. ഒച്ചയും ബഹളമുണ്ടായി. ഇയാളവിടെ അറബി പഠിപ്പിക്കുന്ന മുൻഷിയാണ്, അത്ര സാറാണ് അറബി പഠിക്കുന്ന സാറ്. ഇവിടെയൊക്കെ വരമ്പ് പഠിപ്പിക്കുമ്പോഴേ അറിയാൻ പറ്റുമല്ലോ ആ സാറ് ഈ സാറാണെന്ന് അറിയാൻ പറ്റുമല്ലോ. വേഷം കൊണ്ട് നമുക്കറിയാൻ പറ്റും. മേൽമീശം കൊണ്ട് വടിച്ചം കൊണ്ട് കളഞ്ഞിട്ട് വരമ്പ് പിടിപ്പിച്ച് അതൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തലപോകുന്ന കാര്യങ്ങളാണ്. ഈ ഒരൊറ്റ കാര്യം മതി തലപോകാൻ. പുറത്ത് പറഞ്ഞ ആ നിലയിലേക്ക് വേഷം ഒരു പ്രധാന ഘടകമാണ്. ഈ വേഷം നമുക്ക് തീരുമാനിക്കാൻ നമുക്ക് അവകാശമില്ല.
ലക്ഷ്മി സ്വന്തം വേഷം തലയിലെ ആ തട്ടം മാറ്റാൻ എന്ത് പാടുപെട്ട ഒരു കാലഘട്ടത്തിൽ പിന്നീടാണ് സ്വന്തം ചിന്തയും സ്വന്തം താല്പര്യങ്ങളും ഇച്ഛകളും ഇഷ്ടങ്ങളും തൻ്റെതായ തൻ്റെയുടെ കൂടി കയറി വന്നപ്പോഴാണ് തീരുമാനിക്കപ്പെട്ടത്. ഇനി അതിൻ്റെ ആവശ്യമില്ലാന്ന് തീരുമാനിച്ചത്. അങ്ങനെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അതുകൊണ്ട് അവിടെ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കില്ല. സ്വാതന്ത്ര്യം നമ്മളെ കൂച്ചുവിലക്കിടും. മതങ്ങളെ എല്ലാ മതവും തന്നെയാണ് കൂച്ചുവിലക്കിടും. കഴിക്കട ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൂച്ചുവിലക്കിടുന്നു. ബ്രാഹ്മണര് സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ശ്രീരാമൻ പച്ചമാംസം വേവിച്ച് കഴിച്ചിട്ടില്ലേ? പലലമത്തെ വലിയനോട് ഉറക്കുവാൻ ചെക്കി ഞാൻ പാർത്തതും കാത്തിരും നേടുന്ന ശാന്തരെ. വനവാസകാലത്ത് സീതയുടെ മടി തലവെച്ചങ്ങനെ കിടക്കുന്നു. സീത എവിടെ ഇരിക്കുന്നു? ഒരു പാറയുടെ സമീപത്തിരിക്കുന്നു. പാറപ്പുറത്ത് അവിടെ എന്തിരിക്കുന്നു? ഇറച്ചി കഷ്ണങ്ങൾ. പലലം ഇറച്ചി കഷ്ണം. പലലം അത് പരിചിനോടുറക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നീടും ദശാന്തരെ. ആ സമയത്ത് ജയന്തൻ ഒരു കാക്കയുടെ വേഷത്തിൽ വന്നതും സീതാദേവിയെ തൊട്ടു നോക്കിയതും അവസാനം ചുണ്ടുകൊണ്ട് തൊട്ടപ്പോൾ ചോര പൊടിഞ്ഞു. പെട്ടെന്ന് കണ്ണു തുറന്നു. രാമൻ പുൽക്കൊടി ജപിച്ചെടുത്ത് ഈ ജയന്തന്റെ നേരെ കാക്കയുടെ നേരെ എറിഞ്ഞതും അന്ന് മുതൽ വല്ലവന് പുല്ലുമായ എന്ന് പറഞ്ഞ പ്രയോഗം ഉണ്ടായാലും ഒക്കെ കഥയില്ലേ? ഇങ്ങനെയുള്ള ഇങ്ങനെയാണ് കഥകളൊക്കെ ഒരുപാടുണ്ട് അവിടെ. അപ്പൊ അവിടെ ഇറച്ചി കഴിക്കാം. അതുപോലെ തന്നെ ഇറച്ചിയുടെ പ്രയോഗം വേദങ്ങളിൽ തന്നെ പല ഭാഗത്തുണ്ട്. ഋഗ്വേദത്തിൽ 1017 പടകളുടെ ഋഗ്വേദത്തില് ഇറച്ചിയെക്കുറിച്ച് പരാമർശമുണ്ട്. മദ്യത്തെക്കുറിച്ച് പരാമർശമുണ്ട്. മദ്യം കഴിച്ച് 2 ഭാഗത്തിൽ കീറി വരെ കടവരെ ഒഴിപ്പിച്ചുകൊണ്ട് മഴക്കാലത്ത് തവളകൾ കരയുന്ന പോലെ വേദം ചൊല്ലുന്നതായിട്ട് അതിനകത്ത് പ്രഖ്യാപനം പറയുന്നുണ്ട്. പല ഭാഗത്തുമുണ്ട്. എന്തുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് കേട്ടിട്ടും അറിഞ്ഞിട്ടും ഈ രൂപത്തിലൊക്കെ പ്രതികരിക്കുന്നു? എന്തുകൊണ്ടാണ് ഇതിനൊക്കെ സംഭവിക്കുന്നത്? ഇവിടെ ചൂണ്ടിക്കാണിച്ചാൽ ഗോക്ക് മാത്രമേ മാതാവുള്ളൂ. ആടിന് മാതാവിനെ ഒരു പാവം ജീവിയിലെയാണ്. നല്ല പാല് കിട്ടുന്നത് ആടിൽ നിന്നാണ്. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ആട്ടുംപാലാണ് കൊടുക്കുന്നത്. സമീകരണാഹാരമാണ്. ഡൈജഷൻ എളുപ്പമുള്ളതാണ്. സസ്യം മാത്രമേ അത് കഴിക്കൂ. പച്ചക്കറികൾ മാത്രമേ കഴിക്കുള്ളൂ. ആടിനെ കൊല്ലാൻ ബുദ്ധിമുട്ടില്ല. പാവം കോഴി നിരപരാധി പക്ഷിയായിരിക്കുന്ന കോഴിയെ കൊല്ലാൻ ഓരോ ബുദ്ധിമുട്ടും ലേശമില്ല. ഗോമാതാവ് എന്തിനുമില്ല ഗോമാതാവായത്. ഗോമാതാവ് എന്നതിന് കൃഷ്ണന്റെ പേര് ഗോമാതാവായി. കൃഷ്ണന്റെ കുലത്തിൽപ്പെട്ടതാണത്രേ. കൃഷ്ണൻ സംരക്ഷിച്ചു പോകുന്നതാണത്രേ. മാത്രമല്ല ആകാശത്ത് ഒരു പശുവുണ്ടത്രേ. എല്ലാം തരത്തിലൊരു പശുവുണ്ട്. സ്വർഗരാജ്യത്തിലെ പശു. ഇങ്ങനെയുള്ള സങ്കല്പങ്ങളിലൊക്കെ പേരിലാണ് പശുവിനെ കൊല്ലാൻ പാടില്ല തീരുമാനം ഉണ്ടാവുക. ആ തീരുമാനം ഒരു ജാതിയുടെ ഒരു മതത്തിന്റെ പേരിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ആ മതമാണ് ഈ രാജ്യത്തിലെ പ്രധാനപ്പെട്ട മതമെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഹിംസാത്മകമായ സമീപനമാണ് പ്രധാനമായിട്ട് നടത്താവുക. ഇനി മതത്തിന് മൂന്നാമത്തെ പ്രശ്നം എവിടെയാണ് നിൽക്കുന്നത്? നമ്മളെ നിരന്തരം നിത്യമായിട്ട് ബലഹീനതയിൽ നിലനിർത്തുന്ന ഈശ്വര സങ്കല്പം. അവിടെയാണ് ഈശ്വരന്റെ സങ്കല്പം നമ്മൾ എതിർക്കുന്നത്. ഇവിടെ പറഞ്ഞത് കൃഷ്ണദശമിയോട് ഞാൻ ഈശ്വരവാദിയാണ്, അല്ലെങ്കിൽ ഈശ്വരവാദി അല്ലെങ്കിൽ ഈശ്വര വിശ്വാസിയാണെന്ന് പറഞ്ഞു. ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? എന്ന മനുഷ്യന്റെ ബലഹീനതയിൽ പൂർണ്ണമായിട്ട് നിലനിർത്താൻ പര്യാപ്തമാവുന്നത് ഈശ്വരാണ്, ദൈവമാണ്. ഒരു ചാർവാകൻ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു? ഈ ഈശ്വരൻ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ചാർവാകൻ എന്തുകൊണ്ടുണ്ടാവുന്നില്ല? ചാർവാകൻ നമ്മളെ ചോദ്യം ചോദിക്കുന്നയാള്. ശക്തമായിട്ട് ചോദ്യം ചോദിക്കാൻ കഴിയുന്നതാണ് ചാർവാകൻ എന്ന് വിളിക്കും. മഹാഭാരതത്തിൽ ചാർവാകന്മാരുണ്ട്. അതുപോലെ തന്നെ രാമായണത്തിൽ ചാർവാകനുണ്ട്. തന്റെ പോലെ യുക്തിപൂർവ്വം ചോദ്യം ചെയ്ത ഗലീലിയോ ചാർവാകനായിരുന്നു. സോക്രട്ടീസ് ചാർവാകനായിരുന്നു. അങ്ങനെ ചാർവാകന്മാരായിരിക്കുന്ന ആളുകളുണ്ട്. ആ ചാർവാകനല്ലേ പൗരോഹിത്യത്തെ നിശ്ചയമായിട്ട് വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് പശുരേ വിഹരാസ്വർഗം ജ്യോതിഷ്ടോമേ ഗമിഷ്യതി സ്വപിതായ ജവാനേന തത്ര കർമാന ഹത്യതേ. അഗ്നിഹോത്രം ത്രയോവേദം ത്രിജനം ഭസ്മകുണ്ടനം ബുദ്ധി ഭവിഷ്യഹീനാനാം ജീവിക ധാതു നിർമ്മിത. പൗരോഹിത്യത്തെ ഇത്രയും ശക്തമായ ഭാഷയിൽ പറഞ്ഞ മറ്റൊരാൾ വേറെ എന്താ? അഗ്നിഹോത്രം, യാഗം, ഹോത്രം, ഹോമം, സത്രം തുടങ്ങിയിരിക്കുന്ന പരിപാടികൾ, അമ്പല പരിപാടികൾ. ഈ സന്യാസിമാർ ചെയ്യുന്ന പരിപാടിയാണ് യാഗം, ഹോമം, സത്രം, ഹോത്രം ഒക്കെ തുടങ്ങുന്നത്. അതാണ് അഗ്നിഹോത്രം തുടങ്ങിയവ.
ത്രയോവേദം 3 വേദങ്ങൾ. അന്ന് 3 വേദമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ വേദം 3 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേദം 4ആക്കി, പിന്നെ വേദം ഒരുപാടാക്കി. ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ വേദങ്ങൾ ഉണ്ടായി തീർന്നു. അന്ന് 3 വേദമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സന്യാസിമാർ ആ വേദങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ത്രയോവേദം, ത്രിദണ്ഡം. ത്രിദണ്ഡം എന്ന് പറഞ്ഞാൽ സന്യാസിമാരെ കൈ ഉയർത്തിപ്പിടിക്കാൻ ഉപയോഗിക്കുന്ന കവരവടി, ഭസ്മമുണ്ടനം, ശരീരമാസകലം ഭസ്മഭൂഷന്. ഇതെല്ലാം സന്യാസിമാരുടെ ലക്ഷണമാണ്. കാവ്യവസ്ത്രം ധരിക്കലായിരുന്നില്ല അന്നത്തെ ലക്ഷണം. കയ്യിലേരസത്തിലായിരുന്നില്ല അന്നത്തെ ലക്ഷണം. ഈ പറഞ്ഞ അഗ്നിഹോത്ര, വ്യാമഹോത്ര, സത്ര, ഹോമം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവര്, ത്രയോവേദം 3 വേദങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നവർ, പാട്ട് പാടുന്നവർ, ത്രിദണ്ഡം, കൈവശം ദണ്ടുണ്ടാവുക, ശരീരമാസകലം, വൈഭാഷയിലുപോലെ ഭസ്മം പൂശുക, പത്മകുണ്ടലം. എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ബുദ്ധി പൗരുഷഹീനാനാം. ഇവർ ബുദ്ധിയും പൗരുഷവും കെട്ടവരാകുന്നു. എന്തിനാണ് അങ്ങനെ ബുദ്ധിയും പൗരുഷവും കെട്ടവർ ജീവിക്കുന്നത്? ജീവിക ധാർത്തുനിർമ്മത, വൈദ്യപ്പഴപ്പിന് വേണ്ടി ജീവിക്കുന്നവരാണ് അവര്. വൈദ്യപ്പഴപ്പിന് വേണ്ടി ജീവിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ അന്നം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട്, സമ്പത്ത് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. സന്യാസിമാർ പരിശോധിച്ചു നോക്കുക. കഴിഞ്ഞിടയ്ക്ക് പുസ്തക പ്രകാശനത്തിന് വേണ്ടി സന്യാസി വരാൻ പോയതല്ലേ? പെണ്ണുങ്ങളെ കാണാൻ പാടില്ല. അത് കാരണം ജന്മത്തിൽ സ്വന്തം അമ്മയെ കണ്ടിട്ടില്ല നേര്, പെങ്ങന്മാരെ കണ്ടിട്ടില്ല നേര്, നാട്ടിലൊരു പെണ്ണിനെയും കണ്ടിട്ടില്ല. കണ്ടാൽ അദ്ദേഹത്തിന് കളിക്ക് മാത്രമേ. അതുകൊണ്ടാണ് കാണാൻ പാടില്ലാത്തത്. അങ്ങനെ പെട്ടെന്ന് നിരവധികളായിരിക്കുന്ന ആളുകൾ ഈ രൂപത്തിലേക്ക് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? എങ്ങനെ നിരവധി ഓരോന്നും പരിശോധിക്കപ്പെടുക? പൗരോഹിത്യം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെടുന്ന ഒരവസ്ഥയാണ്. അവർ തന്നെ സ്വയം അടിച്ചമർത്തപ്പെടുകയും മറ്റുള്ളവരെ അടിച്ചമർത്തപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് പൗരോഹിത്യം എന്ന് പറയുന്നത് അത് വെറും കബളിപ്പിക്കലാണ്, അത് മയക്കുപിഴപ്പാണ്. എന്നിട്ട് ചാർവാകന്റെ ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ യാഗം, ഹോമം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പശുവിനെ ഇല്ലെങ്കിൽ ആടിനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയെ നീ ഹോമിക്കണം. അങ്ങനെ ഹോമിക്കുന്ന ജീവിക്ക് പറയുന്ന പേരാണ് പിഷ്ടപേശം. ഈ പിഷ്ടപേശത്തെ ഹോമിക്കുമ്പോൾ നവദ്വാരങ്ങൾ അടച്ചു പിടിച്ച് ശ്വാസം മുട്ടിച്ച് വേണം കൊല്ലാൻ. അശ്വമേധയാഗത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. അശ്വമേധയാഗത്തിൽ 1 കൊല്ലം ഈ അശ്വത്തെ വട്ടം നടക്കിയിട്ട് വേണം കൊല്ലാൻ. ദിഗ്വിജയം മുഴുവൻ നടത്തി വന്നതിന് ശേഷം വേണം ഈ അശ്വത്തെ ശ്വാസം മുട്ടിച്ച് കൊണ്ടിട്ട് ഒരു വലിയ കമ്പളം കൊണ്ട് അശ്വത്തെ മൂടിയിട്ട് അതിനടിയിലേക്ക് പട്ടമകശി ഈ അശ്വമായിട്ട് ഭോഗിക്കണം, സംയോഗം നടത്തണം, സെക്ടറിംഗ് കോഴ്സ് അത് നടത്തണം. അതിനുശേഷം വേണം അതിന് ശരീരം പലതായിട്ട് മുറിച്ച് വവ എന്നതിനെ പറയും. വവ മുറിച്ചെടുത്തിട്ട് അത് വറുത്തെടുത്തിട്ട് യജമാനൻ, യജ്ഞം നടത്തുന്ന ആളിന് പറയുന്ന പേരാണ് യജമാനൻ. യജ് എന്ന് പറഞ്ഞ തെജ് എന്ന് പറഞ്ഞ ത്യജിക്കുക. എല്ലാം ബ്രാഹ്മണന് ത്യജിക്കുന്ന ഊച്ചാളി, അവര് പറയുന്ന പേരാണ് യജമാനൻ. എന്നിട്ട് ഇയാൾ തലയിലേക്കാണ് ഈ വപ എന്ന് പറഞ്ഞ ഇറച്ചി കഷ്ണം ചൊരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അതിൽ നിന്നാണ് ഓരോന്നിങ്ങനെ തിരുവനന്തപുരം പോലെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇറച്ചി കഴിച്ചിരുന്നോ? അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ പറയുന്നതാണ് പിഷ്ടവേഷം. ഇങ്ങനെയുള്ള ആടുകളെയും പശുക്കളെയും, കൊച്ചാടുകളെയും കൊച്ചു പശുക്കളെയും ജീവജാലങ്ങളെയും ഇതിനകത്ത് ഹോമിക്കുന്നു. എന്തിനാണ് അങ്ങനെ ഹോമിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി എന്താണ്? അതിന്റെ ആത്മാവിന് സ്വർഗം കിട്ടുമത്രേ. അതിന്റെ ആത്മാവിന് സ്വർഗം കിട്ടുമത്രേ. ഏതാ എന്തിന്റെ കഷ്ടപ്പാടാണ്? മനുഷ്യന്റെ ആത്മാവിന് ഒരു സ്വർഗം കിട്ടാത്ത കാലഘട്ടത്തിലാണ് ഒരാടിന്റെ ആത്മാവിന് സ്വർഗം മേടിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് ഒരു ചാർവാകന് ബുദ്ധിമുട്ടുന്നത്. ചാർവാകൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അഗ്നിഹോത്രം, ത്രയോവേദം, ത്രിദണ്ഡം, പത്മകുണ്ടലം, ബുദ്ധിപൗരുഷഹീനാനാം ജീവിതം എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞു, പശുദേഹികദാസ്വർഗം ജ്യോതിഷ്ടവും ഏകവേശ്വരി സുപിതാ യജമാനേന തത്ര മാനഹത്യതേ. അങ്ങനെയാണെങ്കിൽ